Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. കഴിഞ്ഞ ദിവസം മിസ് രണ്ടാമത്തെ പോയിന്റ് വരെയല്ലേ പറഞ്ഞത്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഓക്കെ. HIPAA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇതിൽ പറയുന്നത് എന്താണ്? HIPAA ഇസ് എ ഫെഡറൽ ലോ. ഇതൊരു ഫെഡറൽ ലോ ആണ്. ഇതെന്താണ് ചെയ്യുന്നത്? ദാറ്റ് പ്രൊട്ടക്ട്സ് patients' rights and privacy by establishing standard for health care. Health careന്റെ സ്റ്റാൻഡേർഡ് നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എന്താണ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ റൈറ്റും അവരുടെ അവകാശങ്ങളും അവരുടെ പ്രൈവസി, ഓരോ പേഷ്യൻസിന്റെയും ഹെൽത്ത് റെക്കോർഡ്സുകൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? പ്രൈവസി അല്ലേ വേണ്ടത്? പ്രൈവസി വേണോ? സ്വകാര്യതയാണല്ലോ അവര്. അപ്പൊ അങ്ങനെയുള്ള പ്രൈവസി സെക്യൂർഡ് ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി പ്രൈവസി ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് HIPAA. കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ PHI സെക്യൂരിറ്റി. PHI സെക്യൂരിറ്റിക്ക് വേണ്ടി. PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഹെൽത്ത് ഇൻഫർമേഷൻസ് ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ആരോഗ്യ വിവരങ്ങള് സുരക്ഷയ്ക്കായി എന്താണ് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയറിലേക്ക് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അതുമായി കണക്റ്റഡ് ആണെന്ന് ഉറപ്പാക്കുക. ക്ലിയർ ആയോ? ആ ആക്ട് അനുസരിച്ചാണോ, HIPAA ആക്ട് അനുസരിച്ചാണോ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് സെക്യൂർഡ് ആയിട്ട് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആയോ? അത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഈ ഓരോ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഹെൽത്ത് റെക്കോർഡുകളെ കുറിച്ചൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഒരു പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ ആർക്കും പേഷ്യൻസിനും ഡോക്ടേഴ്സ്ക്കും മാത്രമല്ല അറിയാൻ പാടുള്ളൂ. പബ്ലിക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പാടുണ്ടോ? സുതാര്യമായിട്ട് വെക്കണം അല്ലെ സെക്യൂരിറ്റിയില്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് HIPAA ആക്ട് അനുസരിച്ചാണോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് access to patient data. ബെനിഫിറ്റ്സുകളാണ് ഇപ്പൊ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിന്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യുക. എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ടൈം ലാഗും കൂടാതെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു. നോക്കിയാ യു ക്യാൻ PHI എന്ന് പറഞ്ഞാല് പേഷ്യൻസ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാ? പ്രൊട്ടക്ട് ചെയ്യാ അല്ലെ? നെക്സ്റ്റ്, you can have easy entrance to all patients related data on a system using HMS. എന്താണ്? നമുക്ക് HMS യൂസ് ചെയ്ത് എന്താണ് പേഷ്യൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ
പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഡാറ്റയിലേക്ക് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കയറാൻ എൻട്രൻസ് ചെയ്യാൻ സാധിക്കുന്നു. അവരെ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അല്ലെ അവരുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിലുള്ള ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് വിവരങ്ങൾ ലഭിക്കുന്നു. യു ക്യാൻ ഓൾസോ അപ്രോച്ച് ഡാറ്റ സച്ച് ആസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? പേഷ്യൻസിന്റെ ഹിസ്റ്ററി, പേഷ്യൻസിന്റെ കാര്യങ്ങൾ, അവരെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഡോക്ടേഴ്സ് എൻഗേജ്ഡ്, ഏതൊക്കെ ഡോക്ടറെ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡോക്ടറെ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ടെസ്റ്റ് റിസൾട്ടുകൾ, അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ബില്ലിംഗ് ഡീറ്റെയിൽസ്, അവരുമായി ബന്ധപ്പെട്ട ബില്ലിംഗ് ഡീറ്റെയിൽസ് ലഭിക്കുന്നു. ആൻഡ് മച്ച് മോർ വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്ക്, എന്താണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്കുകളിലൂടെ അല്ലെ നമ്മ മൗസിലെ എന്തൊരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? സിസ്റ്റത്തില് ജസ്റ്റ് 1-2 ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? ആണോ അല്ലേ? ജസ്റ്റ് 1-2 ക്ലിക്ക് ചെയ്താൽ മതി ആ ഒരു ഫോൾഡറും അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കൊണ്ടുപോയിട്ട് ഒരു ക്ലിക്ക്. അപ്പൊ എന്താണ്, നമുക്ക് പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കാനായി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ സാധിക്കുന്നു. ഇതൊരു ബെനിഫിറ്റ്സ് ആണോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുള്ള ബെസ്റ്റ് ബെനിഫിറ്റ്സ് ആണോ? ഓക്കെ. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ അറൗണ്ട് ടൈം ലാബിൽ പഠിച്ചിട്ടുണ്ട് നമ്മ. ലാബ് ടെസ്റ്റുകൾക്കുള്ള ടേൺ അറൗണ്ട് ടൈം എന്താണ്? ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. മിസ് കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്ത ചാപ്റ്റർ തന്നെ ബാക്കി. നമ്മ എന്തെങ്കിലും ഇപ്പൊ ലാബിലാണെങ്കിൽ എന്താണ്, ഒരു ടെസ്റ്റിന് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ നമ്മ വെയിറ്റ് ചെയ്തെടുക്കൂലേ? ആ ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ടേൺ അറൗണ്ട് ടൈം? ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ്സിന് എത്ര ടൈം നമ്മ വെയിറ്റ് ചെയ്തെടുക്കേണ്ടി വരും അല്ലെ? ബില്ലിംഗ് ആണെങ്കിൽ എന്താണ്, ബില്ലിങ്ങിന് എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും? അതാണ് ടേൺ അറൗണ്ട് ടൈം. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? ബെനിഫിറ്റ്സില് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം, നമ്മെ അങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്ന സമയം എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. എങ്ങനെയായിരിക്കും കുറയ്ക്കുന്നത്? ഒരാള് മാനുവലി ഇരുന്ന് ഓരോ ബില്ലുകളും അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുമ്പോ ടൈം എടുക്കോ? എടുക്കും അല്ലെ? ഒരുപാട് ടൈം അവർക്ക് എഴുതാനും അല്ലെ, പേപ്പർ വർക്ക്സുകൾ പേപ്പറിൽ എഴുതാനും ക്യാഷ് വാങ്ങുന്നതിനും ഒക്കെ ഒരുപാട് ടൈം എടുക്കും അല്ലെ? ഇതാവുമ്പോ സിസ്റ്റത്തിലാവുമ്പോ എന്താണ്, അവർ ജസ്റ്റ് ഈസി ആയില്ലേ? 1-2 ക്ലിക്കിലൂടെ ഇപ്പൊ എന്താണ്, അവരെ ഇൻഫർമേഷൻസ്, അവരെ ഐഡി അടിച്ചു കൊടുത്താൽ അവരെ ഫുൾ ഹിസ്റ്ററി വരും അല്ലെ? പേഷ്യൻസിന്റെ സോഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം വരില്ലേ? അവർക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ. Streamline your hospital workflows by automating routine jobs like appointments and stock management. എന്താണ്, ഹോസ്പിറ്റലില് സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? പതിവ് ജോലികളാണ് അപ്പോയിന്റ്മെന്റ്സും സ്റ്റോക്ക് മാനേജ്മെന്റും. സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് റിസോഴ്സുകൾ എടുക്കുക അല്ലെ? സ്റ്റോക്കുകൾ മാനേജ് ചെയ്യാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായ റിസോഴ്സുകൾ എടുക്കുന്നതല്ലേ? സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, പർച്ചേസ് ചെയ്യുക അല്ലെ? അപ്പൊ ഇത് പതിവ് ജോലിയാണ് അല്ലെ? അപ്പോയിന്റ്മെന്റ്സ് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലേ അപ്പോയിന്റ്മെന്റ്സ്? ആണോ? അപ്പൊ ഹോസ്പിറ്റലിലെ പതിവ് ജോലികളായ എന്താണ് അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നിവ പോലെയുള്ള ജോലികൾ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ എന്താണ്, ആശുപത്രികളുടെ വർക്ക് ഫ്ലോകള്, ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോസ് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ
എന്ത് ചെയ്യാൻ പറ്റുന്നു? കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നു അല്ലെ? അവർക്ക് അവരുടെ ജോലികള് ഈസിയായി പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാനായി സാധിക്കുന്നു. This decrease the time and effort required to perform these jobs and the turnaround time. ഇതെന്ത് ചെയ്യുന്നു? Decrease the time. ടൈം കുറയ്ക്കുന്നു അല്ലെ? ഒരുപാട് നേരം ആ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ സ്റ്റോക്ക് എടുക്കുന്ന സമയങ്ങളൊക്കെ കുറയ്ക്കുന്നു. And effort required to perform these jobs. സ്റ്റാഫുകളുടെ ജോലി എന്ത് ചെയ്യുന്നു? കുറയ്ക്കാണോ കൂട്ടാണോ ചെയ്യുന്നത്? ജോലി ഭാരം കുറയ്ക്കുന്നു അല്ലെ? എഫേർട്ട് required to performance these jobs. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകളെ ജോലി ഭാരം കുറയ്ക്കുന്നു. And the turnaround time അല്ലെ, കാത്തിരിക്കേണ്ടി വരുന്ന സമയവും കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? It also helps hospital staff to focus on more critical patients care. അവരുടെ ജോലി ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളുടെ ജോലി ഭാരം കുറഞ്ഞു കഴിഞ്ഞാലല്ലേ അവർക്ക് വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് തിരിയാൻ പറ്റില്ലേ? അപ്പൊ എന്താണ്? സ്റ്റാഫുകൾക്ക് എന്താണ്? ഗുരുതര ക്രിട്ടിക്കൽ റെസ്പോൺസ് ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസിലേക്ക് അവർക്ക് തിരിയാനായി സാധിക്കുന്നു. കൂടുതൽ ഗുരുതരമായ രോഗി പരിചരണ മേഖലകളിലേക്ക് സ്റ്റാഫുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? നമ്മുടെ ഹോസ്പിറ്റലിലെ പതിവ് ജോലികളായ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നിവ പോലെയുള്ള ജോലികള് ഓട്ടോമാറ്റിക് സിസ്റ്റം വഴി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നു. കൂടാതെ ഇതിനു വേണ്ടി എടുക്കുന്ന ടൈം, സ്റ്റാഫുകളുടെ എഫേർട്ട്, നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്ന സമയങ്ങളും കുറയ്ക്കുന്നു. കൂടാതെ അവരുടെ സ്റ്റാഫുകളുടെ ജോലിഭാരം കുറയുന്നതിലൂടെ അവർക്ക് എന്താണ്? ക്രിട്ടിക്കൽ പേഷ്യൻസ് കെയർ ഏരിയാസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. കോസ്റ്റ് എങ്ങനെയായിരിക്കും? അവർക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ചെലവ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും, ചിലവ് ലാഭിക്കാൻ പറ്റുമോ? വേസ്റ്റേജ് വരില്ല അല്ലെ? കറക്റ്റ് രീതിയിൽ റിസോഴ്സുകൾ അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലേ? അഡ്മിനിസ്ട്രേറ്റർ ജോലി ഭാരം കുറയ്ക്കില്ലേ? ആണോ? ആണ്. പിന്നെന്താണ്? ഓക്കെ, നോക്കാം. ഇൻട്രോഡ്യൂസിങ് ആൻഡ് HM കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ചെലവ് ഫലപ്രാപ്തിയിൽ എത്തിക്കുക. ഇൻട്രോഡ്യൂസിങ് ആൻഡ് HMS can lead to significant cost saving for hospital. എന്താണ് HMS? എന്താണ് അവതരിപ്പിക്കുന്നത്? അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ്? ഹോസ്പിറ്റലില് അവരെ എന്താണ്? ചെലവ് ലാഭിക്കാൻ സാധിക്കുന്നു, ഗണ്യമായി ലാഭിക്കാനായി സാധിക്കുന്നു. It helps by reducing administrative overheads. എന്താണ്? അഡ്മിനിസ്ട്രേറ്ററിലെ ജോലി ഭാരം കുറയ്ക്കുന്നു. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? അഡ്മിനിസ്ട്രേഷൻ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോ? ഹോസ്പിറ്റൽ എന്തൊക്കെ പ്രവർത്തന ചുമതലകളാണ് അവർക്കുള്ളത്? ഹോസ്പിറ്റലിലെ ഓവറോൾ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? അപ്പൊ എന്താണ്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു HMS-ലൂടെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കോ? അപ്പൊ എന്താണ്? ഇത് അഡ്മിനിസ്ട്രേഷന്റെ ജോലി ഭാരം കുറയ്ക്കുന്നു. പ്രിയ മിസ് എടുക്കുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ
ഇൻഫർമേഷൻ സിസ്റ്റം, ചാപ്റ്റർ 49. 4th മൊഡ്യൂളിലെ 49ാമത്തെ ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത്. ക്ലിയർ ആയോ റിയ? ഓക്കെ. മിസ് ഇന്നലെ ക്ലാസ് എടുത്തിട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. ഓക്കെ. മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ട്, അത് കാണാം. ഇന്ന് മിസ്സിന്റെ ക്ലാസ് ഇപ്പൊ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഇന്നലത്തെ ഉണ്ടാവില്ല. ഇപ്പൊ മിസ് എടുക്കുന്നതും ബിയൊക്കെ കിട്ടില്ല, പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പൊ മിസ് ഇപ്പൊ എടുക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. It helps by reducing administrative overheads. എന്താണ് അഡ്മിനിസ്ട്രേറ്റർ സെക്ഷനിലെ എന്താണ് അവരുടെ ജോലി ഭാരത്തെ കുറയ്ക്കുന്നു. Enhancing resource allocation, എന്നിട്ട് കറക്റ്റ് രീതിയിൽ എന്താണ് റിസോഴ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അലോക്കേറ്റ് ചെയ്തായി ലഭ്യമാക്കാൻ കൊടുക്കാനായി സാധിക്കുന്നു. ആൻഡ് റെഡ്യൂസിംഗ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്, എന്താണ് മെഡിക്കൽ സപ്ലൈസിൽ വരുന്ന വേസ്റ്റേജ് കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര ഷോർട്ടേജ് ഉണ്ടെന്ന് ഇവർക്ക് അറിയാൻ സാധിക്കില്ലേ സിസ്റ്റത്തിലൂടെ? അപ്പൊ എന്താണ് വേസ്റ്റേജ് വരുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേസ്റ്റേജ് വരുന്നത് തടയാനായി സാധിക്കുന്നു. അപ്പൊ അങ്ങനെ തടയുമ്പോൾ എന്താണ് ഇവർക്ക് പ്രോഫിറ്റ് ആണോ വരുന്നത്? വേസ്റ്റേജ് തടയുമ്പോ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയി പോകുന്നതിൽ അപ്പൊ ഇവർക്ക് എന്താണ് കോസ്റ്റ് എഫക്റ്റീവിനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, HMS can also maximize revenue streams by making sure timely billing and reducing claim denials. എന്താണ് കറക്റ്റ് ടൈമില് ബില്ലുകള് ഇതാക്കുന്നതിലൂടെ എന്താണ് ക്ലെയിമുകള് നമുക്ക് ഇൻഷുറൻസുകള് നിഷേധിക്കുക അല്ലെ. നമുക്ക് എന്താണ് ആ ഇൻഷുറൻസ് കമ്പനികളെ നിഷേധിക്കുന്നതിലൂടെ എന്താണ് പേയ്മെന്റ് നടക്കാതെ വരുമോ? വരുമോ? ഒരു പേഷ്യന്റിന്റെ ക്ലെയിം ആണ് അവർക്ക് ബില്ലിങ് ലാസ്റ്റ് ഡിസ്ചാർജ് സമയത്ത് അവർക്ക് ക്ലെയിം ആണ്. അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനി പറയാണ് ആ പേയ്മെന്റ് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഹോസ്പിറ്റലിന്റെ റവന്യൂവിനെ ബാധിക്കോ? വരുമാനത്തെ ബാധിക്കോ? ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കി എല്ലാവരും എങ്ങനെയാണ്? ബാധിക്കും. അപ്പൊ എന്താണ് ഇങ്ങനെ ക്ലെയിം നിഷേധങ്ങൾ തടയുന്നതിലൂടെ സമയബന്ധിതമായ ബില്ലിങ്ങിലൂടെ നമുക്ക് ഡിസ്ചാർജിന്റെ സമയത്ത് വരുന്ന ബില്ലിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഹോസ്പിറ്റലിലെ വരുമാനം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഓക്കെ ആയോ? കറക്റ്റ് ടൈമിൽ എല്ലാ പ്രോസസ്സും വേഗം നടക്കുകയാണെങ്കിൽ എന്താണ് ബില്ലിങ് വേഗാവൂലേ? സിസ്റ്റം വഴി ചെയ്യുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബില്ലുകൾ കിട്ടുന്നത്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് സർവീസിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ചാർജിന്റെ ബില്ല് വരുന്നത് എല്ലാം പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എന്താണ് ബില്ലിംഗ് പ്രൊസീജിയർ വേഗാവോ? ഹോസ്പിറ്റലിലെ ബില്ലിംഗ് പ്രൊസീജിയർ വേഗാവോ? ആകും അല്ലെ. അപ്പൊ എന്താണ് കറക്റ്റ് സമയബന്ധിതമായ ഓരോ സമയത്തിനും അനുസരിച്ച് അല്ലെ സമയബന്ധിതമായ ബില്ലിങ്ങുകൾ നടക്കുന്നതിലൂടെ എന്താണ് ക്ലെയിമുകൾ നിഷേധിക്കുന്നതിലൂടെ ഹോസ്പിറ്റലുകൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇൻഷുറൻസ് ഓർമ്മയുണ്ടോ? ഇൻഷുറൻസ് മാനേജ്മെന്റ് ഓർമ്മയുണ്ടോ? ഇൻഷുറൻസ് മാനേജ്മെന്റ് പറഞ്ഞത് അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അല്ലെ ഇൻഷുറൻസ് മാനേജ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കറക്റ്റ് ക്ലൈമിംഗ് നടത്താൻ പറ്റും അല്ലെ. ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ക്ലൈം ചെയ്യിക്കാൻ പറ്റില്ലേ? അപ്പൊ എന്താണ് ഇൻഷുറൻസ് നിഷേധം അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ.
അവര് ബില്ലുകള് പേയ്മെന്റ് ചെയ്യുന്നു, കറക്റ്റ് രീതിയിൽ പേയ്മെന്റ് നടത്തുന്നു. പിന്നെ ബില്ലിംഗ് എന്താണ്, സമയബന്ധിതമായി അല്ലെ, ഓരോ സമയത്ത് കറക്റ്റ് ടൈമിങ്ങിൽ ബില്ലിങ്ങുകൾ നടക്കുന്നു. അതുവഴി ഹോസ്പിറ്റലിന്റെ ഇൻകം, വരുമാനം വർദ്ധിക്കുന്നു. ക്ലിയർ ആയോ അത്? Okay. Next, intelligent analytic with automatically generates regard. എന്താണ് റിപ്പോർട്ടുകള് സ്വയമേ ഓട്ടോമാറ്റിക്കൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുക, തയ്യാറാക്കുക. Okay. An HMS can give valuable insight regarding operation by generating real-time reports on various metrics such as patient flow, occupancy rate and income generation. എന്താണ് രോഗികളുടെ ഒഴുക്ക്, അതായത് ഒരു ഹോസ്പിറ്റലില് ഓരോ സമയത്തും എത്ര പേഷ്യൻസ് അങ്ങോട്ട് വരുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. പേഷ്യൻസ് ഫ്ലോ, ഓക്യുപ്പൻസി റേറ്റ് എന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റലില് എത്ര റൂമുകളിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അതാണ് ഓക്യുപ്പൻസി റേറ്റ്. ആൻഡ് ഇൻകം ജനറേഷൻ, അവർക്ക് ഹോസ്പിറ്റലിൽ എത്ര വരുമാനം ലഭിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ എന്താണ്, എന്നിവ പോലുള്ള വിവരങ്ങൾ എന്താണ്, അളവുകോലുകൾ എന്താണ്, വേരിയസ് മെട്രിക്സ്, അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ മെട്രിക്സുകള്. അളവുകോൽ എന്ന് പറഞ്ഞാൽ അതല്ലേ, ആണോ? അളവുകോൽ അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ എന്താണ്, വേരിയസ് മെട്രിക്സ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇത്തരം മെട്രിക്സുകൾ എന്താണ്, സ്വയമേ അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേഷൻ ചെയ്യുന്നതിലൂടെ, എന്താണ് സൃഷ്ടിക്കുന്നതിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. ഹോസ്പിറ്റലുകാർക്ക് ലഭിക്കുന്നുണ്ടോ? ഓക്യുപ്പൻസി റേറ്റ്, പേഷ്യന്റിന്റെ ഫ്ലോ. ഓക്കെ, ഒന്നുകൂടെ മിസ് പറയാം. പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഓരോ സമയത്തും എത്ര പേഷ്യൻസ് വരുന്നുണ്ട്, ഒരു ദിവസം എത്ര പേഷ്യൻസ് വന്നു അല്ലെ. ഓക്യുപ്പൻസി റേറ്റ്, ഹോസ്പിറ്റലിന്റെ റൂമുകളില് എത്ര റൂംസില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇൻകം ജനറേഷൻ, എത്ര വരുമാനം അവർക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട് എന്നീ അളവുകോൽ സ്വയം സൃഷ്ടിക്കുകയാണ് അല്ലെ. ഹോസ്പിറ്റലിലെ സിസ്റ്റത്തില് നമ്മൾ എൻട്രി ചെയ്യുന്നതിലൂടെ ഇതാവല്ലേ, ടാലി ആവേണോ? ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി, അവരെ വിവരങ്ങൾ കയറ്റി അവരൊരു റൂമിലേക്ക് അഡ്മിറ്റ് ആക്കി. അപ്പൊ ആ വിവരങ്ങൾ നമ്മൾ എൻട്രി ചെയ്യുന്നതിലൂടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആയി പോവില്ലേ? നമ്മൾ സേവ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി സേവ് ആയി പോകില്ലേ, ആണോ? ഇപ്പൊ ഓരോ അപ്പോയിന്റ്മെന്റ്സും നമ്മ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റും, ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ, ഇത്ര പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട് ഇല്ലേ, ആണോ? ആണ്. പിന്നെ എന്താണ്, ഓരോ റൂമുകളിലും എത്ര പേഷ്യൻസ് റൂമുകളിൽ താമസിക്കുന്നുണ്ട് അറിയാൻ പറ്റില്ലേ? അവർക്ക് എത്ര വരുമാനം ലഭിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നമ്മ അടിച്ചു കൊടുക്കുക, ബില്ലിങ്ങിന് വേണ്ടി അടിച്ചു കൊടുക്കുന്ന പൈസ, ഡിസ്ചാർജിന്റെ സമയത്ത് അടിച്ചു കൊടുക്കുന്ന പൈസ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ എത്ര കിട്ടിയിട്ടുണ്ടെന്ന്, എത്ര വരുമാനം അവർക്ക് കളക്ഷൻ നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ അവർക്ക്? അപ്പൊ അങ്ങനെയുള്ള അളവുകോലിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കാനായി സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ, ഓക്യുപ്പൻസി റേറ്റ് ഇത്രയാണ്, എത്ര വരുമാനം ലഭിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂലേ ഹോസ്പിറ്റലിലെ ഏകദേശ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ഒരു ഏകദേശ ധാരണ കിട്ടല്ലേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് എന്താണ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ ഇങ്ങനെയുള്ള അളവുകോലുകള് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു.
This helps you to make data-driven decision, improve process and optimize resources. ഇത് നമ്മളെ എന്തിനു കൂടി ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു? ഡാറ്റ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെ. ഇപ്പൊ പേഷ്യൻസ് കുറവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അല്ലെ, എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉൾപ്പെടുത്തണം അല്ലെ. ഡോക്ടേഴ്സിന്റെ എന്താണ് അഭാവം വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലേ? അറിയാൻ പറ്റോ? അപ്പൊ എന്താണ് ഡാറ്റ ഡ്രിവൻ, നമുക്ക് നൽകുന്ന ഡാറ്റ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ് പ്രോസസ്, നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ, ഹോസ്പിറ്റലിലെ പ്രക്രിയകളെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് ഒപ്റ്റിമൈസ് റിസോഴ്സുകൾ അല്ലെ, എന്താണ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഓരോ റിസോഴ്സുകളും എന്താണ് കറക്റ്റ് രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും എത്തിക്കാനും കറക്റ്റ് അളവിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, centralized administrative control. An HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process. എന്താണ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു കേന്ദ്രീകൃത, ഒരു സെൻട്രലൈസ്ഡ് എന്താണ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനായിട്ട് HMS കൊണ്ട് സഹായിക്കുന്നു ഇല്ലേ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്തൂടെ? ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, വാക്സിനേഷൻ മാനേജ്മെന്റ് അല്ലെ, റിപ്പോർട്ട് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ് ഇല്ലേ, പല പ്രവർത്തനങ്ങളും വന്നില്ലേ? പറഞ്ഞോ? എന്താണ് HMS-ലൂടെ നമുക്ക് എന്താണ് ഒരു കേന്ദ്രീകൃത, ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൺട്രോള് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? HMS-ലൂടെ നമുക്ക് പല വിവരങ്ങളും ലഭിക്കുന്നു അല്ലെ? ആണോ? എന്ത് പറ്റി? ആർക്കും ഒരു ഉഷാറില്ലല്ലോ? മിസ് പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? പിന്നെ എന്ത് പറ്റി? ഒരു ഉഷാറില്ലായിരിക്കും. Okay. It ensures consistency beyond department. എന്താണ് ഇത്? ഡിപ്പാർട്ട്മെന്റുകളിലെ ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ലേ HMS-ലൂടെ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ അല്ലെ, ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ, ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുമോ HMS-ലൂടെ? അറിയോ? ലാബ് ടെസ്റ്റുകൾ ലഭിക്കോ ഡോക്ടർക്ക്? അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റുകളില് എന്താണ് ഒരു സ്ഥിരത കൈവരിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ദിസ് ക്യാൻ എൻഹാൻസ്, ഇതെന്ത് വർദ്ധിപ്പിക്കുന്നു? എഫിഷ്യൻസി, ഹോസ്പിറ്റലുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. എറേഴ്സ് കുറയ്ക്കുന്നു അല്ലെ, മിനിമൈസ് എറേഴ്സ്, തെറ്റുകൾ കുറയ്ക്കുന്നു. ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യൻസ് കെയർ, എന്താണ് മൊത്തത്തിലുള്ള രോഗി പരിചരണം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ക്ലിയർ ആയത്? ഇപ്പൊ ഡോക്ടർക്കാണെങ്കിൽ ഡോക്ടർ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡോക്ടർ റൂമിലിരുന്ന് ഡോക്ടറുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻസിനെ കുറിച്ചുള്ള മൊത്തം വിവരങ്ങൾ ലഭിക്കുകയല്ലേ ഡോക്ടർക്ക് സിസ്റ്റത്തില്? ആണ്. അപ്പൊ അവർക്ക് എന്താണ് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടോ? ട്രീറ്റ്മെന്റിന്റെ കാര്യക്ഷമത കൂടോ? മിനിമൈസ്, എറർ കുറയ്ക്കാൻ സാധിക്കുമോ? തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കുമോ? ഇവർക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതുപോലും ഡോക്ടർക്ക് അറിയാൻ പറ്റൂലേ? ഏതെങ്കിലും മെഡിസിനോട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതറിയാൻ സാധിക്കില്ലേ ഡോക്ടർക്ക്? അപ്പൊ എന്താണ് എറേഴ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു, പേഷ്യൻസിന്റെ മൊത്തത്തിലുള്ള പരിചരണം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ക്ലിയർ ആയത്? റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു.
NHMS can help reduce medical errors by providing doctors and nurses with updated patients information. Patients in their informations വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ സമയത്ത് അപ്ഡേഷൻ നടക്കല്ലേ സിസ്റ്റത്തില്? ആണോ? ആണ്. അപ്പൊ ഇങ്ങനെ അപ്ഡേഷൻ നടത്തുന്നു. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അപ്ഡേഷൻ നടക്കുന്നതിലൂടെ എന്താണ് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അവരുടെ തെറ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ്. എന്താണ് ഇത്? എന്തിനൊക്കെയുള്ള റിസ്ക് കുറയ്ക്കുന്നു? അപകടങ്ങൾ കുറയ്ക്കുന്നു. മിസ്ഡയഗ്നോസിസ് അല്ലേ? എന്താണ്? തെറ്റായ രോഗനിർണയം നടത്തുക. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, തെറ്റായ ട്രീറ്റ്മെന്റ് രോഗിക്ക് നൽകുക. അതിന്റെ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്താണ്? മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനിൽ നിന്നും എന്താണ് പേഷ്യൻസിനെ സംരക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. Next, reduced readmission and rehospitalization rates. എന്താണ്? ഹോസ്പിറ്റലിലെ റീഅഡ്മിഷനും റീഹോസ്പിറ്റലൈസേഷനും റേറ്റ്സുകൾ കുറയ്ക്കുന്നു. NHMS can also decrease the readmission and rehospitalization rates by ensuring timely follow-ups. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ റിമൈൻഡേഴ്സ് ഓർമ്മയുണ്ടോ? HMS റിമൈൻഡർ ചെയ്യുന്നു. ടെസ്റ്റിന് സമയമായിട്ടുണ്ട്, ചെക്കപ്പിന് സമയമായിട്ടുണ്ട്, ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? കറക്റ്റ് രീതിയിൽ ഫോളോ അപ്പ് നടത്തുന്നതിലൂടെ പേഷ്യൻസിനെ റീഅഡ്മിഷൻ നടത്തുക, രണ്ടാമത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതും റീഹോസ്പിറ്റലൈസേഷൻ നടത്തുന്നതിനുള്ള റേറ്റ് കുറയ്ക്കുന്നു. ദിസ് ഇൻക്രീസ് പേഷ്യൻസ് ഔട്ട്കം. ഇത് പേഷ്യൻസിന്റെ ഔട്ട്കംസ് വർദ്ധിക്കുന്നു. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ ഔട്ട്കം ഓവറോൾ ഹെൽത്ത് ഔട്ട്കം ആണോ? ഗുഡ് ഹെൽത്ത്, സാറ്റിസ്ഫാക്ഷൻ, റിക്കവറി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഔട്ട്കംസ് വർദ്ധിപ്പിക്കുന്നു. എന്താണ്? കോംപ്ലിക്കേഷൻ റിസ്ക്, അവരുടെ ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻ അപകട സാധ്യതകൾ കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? റിക്കവറി എന്ന് പറഞ്ഞാൽ അവർ ഭേദപ്പെടുത്തല്, അസുഖങ്ങൾ മാറ്റല്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇംപ്രൂവ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ്, പേഷ്യന്റ് പോർട്ടൽ. Patient portal. The patient portal is an unavoidable feature of the health information system. Health information system നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഫീച്ചർ ആണ്, സവിശേഷതയാണ് എന്താ? പേഷ്യന്റ് പോർട്ടൽ. നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത സവിശേഷതയാണ് പേഷ്യന്റ് പോർട്ടൽ. ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ഇതൊരു പ്രോഗ്രാം ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ആണ് പേഷ്യന്റ് പോർട്ടൽ. ബട്ട് what makes it different is that these patients can have secure online entry to their medical records, arranging doctors' appointments, passing information with the doctors, checking medical bills and processing payment online. എന്താണ് ഇതിനെ നമ്മുടെ പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡുകളിൽ നിന്ന്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ സുരക്ഷിതമായി എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ജിമെയിലേക്ക് എൻട്രി ചെയ്യാറില്ലേ? ജിമെയിലേക്ക് കയറാറ് അതെങ്ങനെയാണ്? നമ്മൾ പാസ്വേഡ് ഒക്കെ കൊടുത്ത് സുരക്ഷിതമാക്കി വെച്ചേക്കാണ് അല്ലെ? ആണോ? അല്ലേ? അല്ലേ? അതേപോലെ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്താണ് സുരക്ഷിതമായി അവർക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നു.
ഇതെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകൾ അല്ലെ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, അറേഞ്ചിങ് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ്. ഇതിലൂടെ ഈ പേഷ്യന്റ് പോർട്ടലിലൂടെ എന്താണ് നമുക്ക് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. പ്രിയ, മിസ് ക്ലാസ് എടുക്കട്ടെ, എന്നിട്ട് മോൾക്ക് കിട്ടാത്തത് മിസ് ലാസ്റ്റ് പറഞ്ഞു തരാട്ടാ. അറേഞ്ചിങ് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ്, ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. പാസിംഗ് ഇൻഫോർമേഷൻ വിത്ത് ഡോക്ടേഴ്സ്, എന്താണ് ഡോക്ടർക്ക് ഇവർക്ക് എന്തെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് അവർക്ക് അയക്കാനായി സാധിക്കുന്നു. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, അവരുടെ മെഡിക്കൽ ബില്ലുകൾ പരിശോധിക്കാൻ സാധിക്കുന്നു. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ, ഇവർക്ക് ഓൺലൈൻ വഴി പേയ്മെന്റുകൾ, ഇവര് ബില്ലുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ നടത്താനായി സാധിക്കുന്നു. Or they require a smart equipment to avail themselves of the maximum benefits of the future. എന്താണ് നമുക്ക് ഈ പേഷ്യന്റ് പോർട്ടലിന്റെ എന്താണ് ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ ലഭിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ വേണ്ടത് എന്താണ്? സ്മാർട്ട് എക്യുപ്മെന്റ്സുകൾ. ഇപ്പൊ നമുക്ക് ജിമെയില് അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ അയക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ എന്ത് വേണം? മൊബൈൽ വേണം അല്ലെ, അല്ലെങ്കിൽ ടാബ് വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അല്ലേ? ആണോ? ആണ്. അതേപോലെ എന്താണ് പേഷ്യൻസിനെ ഇതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അവരിൽ എന്ത് വേണം? സ്മാർട്ട് ആയിട്ടുള്ള സ്മാർട്ട് എക്യുപ്മെന്റുകൾ വേണം. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? Next, instead of following the age-old process of arranging doctor's appointments, they may just log into their account in the patient portal. എന്താണ് സാധാരണ നമുക്ക് പണ്ട് കാണുന്ന അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഡോക്ടർമാരുടെ എന്താണ് അപ്പോയിന്റ്മെന്റ്സ് ക്രമീകരിക്കാനുള്ള ഓൾഡ് ഏജ് പ്രോസസ്സുകൾ ക്രമീകരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? പേഷ്യൻസിന് എന്താണ് അവരുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ലോഗിൻ ചെയ്യാനുള്ള പേഷ്യന്റ് പോർട്ടൽ സംവിധാനം ഉണ്ടാകുക അല്ലെ. പണ്ട് നമ്മൾ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ ചെന്നിങ്ങാണ്ട് ബുക്ക് ചെയ്തിടും അല്ലെ? ആണോ? ടോക്കൺ എടുക്കും ആണോ അല്ലേ? അല്ലെങ്കിൽ അവിടെ ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ആ ബുക്കിൽ ഒരു പേര് എഴുതിയിടും. ചില ക്ലിനിക്കില്, പഴയ ക്ലിനിക്കുകളിലൊക്കെ അങ്ങനെയാണ്, ഓരോ നമ്പർ അനുസരിച്ച് പേഷ്യൻസ് പേര് എഴുതിയിടും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പഴക്കമുള്ള സംവിധാനങ്ങൾക്ക് പകരം എന്താണ് ഇങ്ങനെയുള്ള പേഷ്യന്റ് പോർട്ടൽ സംവിധാനങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇതിലെ have an understanding of the availability of their doctors. നമുക്ക് പേഷ്യന്റ് പോർട്ടലിലൂടെ നമ്മുടെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് എൻ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഏത് ഡോക്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആൻഡ് make an appointment according to their convenience and doctors availability. ആ പേഷ്യൻസിന്റെ സൗകര്യത്തിനനുസരിച്ച് എന്താണ് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം അല്ലെ? നമുക്ക് സ്വയം തന്നെ നമ്മുടെ ഇതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നോക്കി അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്തൂടെ? നമുക്ക് ഏത് ഡോക്ടറാണോ വേണ്ടത്, നമുക്ക് എപ്പോഴാണോ പോകാൻ സൗകര്യം, ഈവനിങ് ആണോ ആഫ്റ്റർനൂൺ ആണോ അല്ലെ? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ആഫ്റ്റർ അറേഞ്ചിങ് ദ അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്? they can verify the bill. നമുക്ക് എന്താണ് ബില്ലുകൾ പരിശോധിക്കാൻ സാധിക്കുന്നു. and make the payment or set the details for future payments. എന്താണ് നമുക്ക് ബില്ലുകൾ അടയ്ക്കാനോ പേയ്മെന്റ് നടത്തുന്നതിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ പേയ്മെന്റ് ഭാവി പേയ്മെന്റിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാനോ സാധിക്കുന്നു. ചിലപ്പോ നമ്മ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബില്ല് പേയ്മെന്റ് ചെയ്യും അല്ലെ?
നമ്മുടെ ട്രീറ്റ്മെന്റ്, നമുക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻസ്, ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നിച്ച് പേയ്മെന്റ് നടത്തൂലേ? നടത്തോ? അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു കൊടുക്കും അല്ലെ, നടത്തിയെന്ന് അറിയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ക്ലെയിം ആണോ അല്ലെങ്കിൽ എന്താണ് ബില്ലുകള് ക്ലെയിം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായി, അതിന്റെ വിവരങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കുന്നു. The popularity of the patient portal is growing day by day. Since it enhances accessibility for patient and keeps transparency between the patient and their treatment process. എന്ന് വെച്ചാൽ എന്താണ് ഡേ ബൈ ഡേ എന്താണ് ഈ ഇങ്ങനെയുള്ള സിസ്റ്റം പേഷ്യന്റ് പോർട്ടൽ വഴി അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നത്, ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്യുന്നത് എന്താണ് പോപ്പുലാരിറ്റിയില് എന്താണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും പേയ്മെന്റുകൾ നടത്തുന്നത് ഓൺലൈൻ വഴിയാണോ? ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത് ഓൺലൈൻ വഴിയാണോ? ആണോ? ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണോ? അപ്പൊ എന്താണ് ഇങ്ങനെ പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ച് എന്താണ് നമ്മ ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത് ഡേ ബൈ ഡേ അനുദിനം വർദ്ധിച്ചു ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് എൻഹാൻസ് accessibility ഫോർ പേഷ്യൻസ്. ഇത് പേഷ്യൻസിന് പെട്ടെന്ന് എന്താണ് accessibility ലഭിക്കുക അല്ലെ, അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് വേഗത്തിൽ എടുക്കാനും പിന്നെന്താണ് പേഷ്യൻസും അവരുടെ ട്രീറ്റ്മെന്റ് പ്രോസസ്സുമായി ഒരു സുതാര്യത നിലനിർത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇത് പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അറിയാൻ സാധിക്കും അല്ലെ. അവർക്ക് എല്ലാ വിവരങ്ങളും അവർക്ക് സിസ്റ്റത്തിൽ തന്നെ ലഭ്യമാക്കല്ലേ പേഷ്യന്റ് പോർട്ടൽ വഴി. അവർക്ക് അവരുടെ എന്താണ് റിസൾട്ടുകള്, ഹെൽത്ത് റെക്കോർഡുകള് അല്ലെ, ഇന്റർവെൻഷൻസ് അല്ലെ എല്ലാം ലഭിക്കുകയാണ്. അപ്പൊ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും പേഷ്യന്റും തമ്മിലുള്ള ഒരു സുതാര്യത നിലനിർത്താൻ സാധിക്കുന്നു. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. എന്താണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ എന്താണ് അവരുടെ പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ തൃപ്തി വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് മെഡിക്കൽ ബില്ലിംഗ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് പേയ്മെന്റുകൾ അല്ലെ, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, ഇലക്ട്രിക് നമ്മുടെ കറണ്ട് ബില്ല്, എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പേയ്മെന്റ് എടുക്കുന്നത്? ഇങ്ങനെയാണ് ഓൺലൈൻ വഴി അല്ലെ. അപ്പൊ നോക്കിയേ, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾസ് ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദെൻ യൂഷ്വൽ. നമുക്ക് സാധാരണ വരുന്ന സമയത്തിൽ കുറവ് സമയം കൊണ്ട് നമുക്ക് എന്താണ് എല്ലാ ബില്ലിങ്ങുകളും അല്ലെ പേഷ്യന്റുമായി റിലേറ്റ് ചെയ്ത എല്ലാ ബില്ലിങ്ങുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. ഇപ്പൊ നമുക്ക് കറണ്ട് ബില്ല് ഓൺലൈനായിട്ട് അടക്കുമ്പോ നമുക്ക് എത്ര മിനിറ്റ് വേണ്ടി വരും? 1 മിനിറ്റ് വേണ്ടി വരുമോ പേയ്മെന്റ് എടുക്കാൻ? ഇല്ലല്ലോ, സാധാരണ ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അതിനുള്ള സമയം കുറയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ഇവിടെ പോയി നിന്ന് അല്ലെ, ക്യൂ നിന്ന് അല്ലെ, ഒരുപാട് ടൈം എടുത്ത് അവിടെ ക്യൂ നിന്ന് അല്ലെ, അങ്ങനെയൊക്കെയല്ലേ പേയ്മെന്റ് എടുത്തിരുന്നേ നമ്മ പണ്ട്. അപ്പൊ ഇതെന്താണ് സാധാരണ യൂഷ്വൽ ആയിട്ട് വരുന്ന സമയത്തിൽ കുറവ് സമയം എടുത്തുകൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിനെ അവരുടെ ബില്ലിങ്ങുകൾ നിയന്ത്രിക്കാൻ അടയ്ക്കാനായി സാധിക്കുന്നു. What are the days when hospitals spend a major amount of time controlling all the appointments and billing? എന്താണ് ഹോസ്പിറ്റലില് നമുക്ക് ഭൂരിഭാഗം സമയം നമ്മൾ ഇതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ചെന്ന് കഴിഞ്ഞാല് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും പേയ്മെന്റ് അടക്കാനും വേണ്ടിയിട്ട് അല്ലേ, ആണോ?
അപ്പൊ ആശുപത്രികള് വലിയൊരു സമയവും ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും ബില്ലിംഗ് നടത്താനും വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ആശുപത്രികൾ അവരുടെ ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയം ചിലവാക്കുന്നത് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും ബില്ലിങ്ങുകൾ നടത്താനുമാണ്. നൗ വിത്ത് ദ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ, പേഷ്യൻസ് ബില്ലിംഗ് എന്താണ്? മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ ബില്ലിംഗിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പേഷ്യൻസ് ബില്ലിംഗ്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിംഗ് ആൻഡ് പേയ്മെന്റ് പ്രോസസ് എന്താണ്? പേഷ്യൻസിന് ബില്ലിങ്ങുകൾ നടത്താൻ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എടുക്കാൻ, പിന്നെ എന്താണ്? അവരുടെ പേഷ്യന്റ് ബില്ലിംഗ് പേയ്മെന്റ് പ്രോസസ്സിന്റെ ട്രാക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിന് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ സ്റ്റാറ്റസ് എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. എവരിതിങ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് കേപ്പബിലിറ്റി അല്ലെ? എല്ലാ പ്രോസസ്സുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നല്ല കഴിവോടെ അല്ലേ? കേപ്പബിലിറ്റി എഫക്റ്റീവ് ആയിട്ടല്ലേ നടത്തുന്നത് ഓരോ പ്രവർത്തനങ്ങളും? ബില്ലിംഗ് ഏരിയ അല്ലെ? ആണോ? ഈസി ആയിട്ട് അല്ലെ? വേഗത്തില് ഈസി ആയി അല്ലെ? എല്ലാ പ്രോസസ്സുകളും നടക്കുന്നു. യു ക്യാൻ ഈവൻ accept a notification alert if there is any delay or other issues in payment so that you can take action according to the norms. നമ്മൾ അയക്കുന്ന പേയ്മെന്റിൽ എന്തെങ്കിലും ഡിലേ സംഭവിക്കുക, ദൈർഘ്യം എടുക്കുക, അതല്ലെങ്കിൽ പേയ്മെന്റിന് എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു അലേർട്ട് വരും, നമ്മുടെ നോട്ടിഫിക്കേഷൻ അലേർട്ട് നടത്തുന്നു. അതുവഴി നമുക്ക് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മ മൊബൈലിൽ തന്നെ പേയ്മെന്റ് നടത്തുമ്പോ നമുക്ക് അലേർട്ട് വരാറുണ്ടല്ലോ, ദിസ് ട്രാൻസാക്ഷൻ ഈസ് എന്തെന്നാ അങ്ങനെ വരാറുണ്ടോ? വരാറുണ്ടോ? ആ ട്രാൻസാക്ഷൻ നടത്തുന്നില്ലെങ്കിൽ ഫെയിൽഡ്, ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അലേർട്ട് വരാറുണ്ടോ? ഉണ്ടോ? എന്താണ് അത് വന്നിട്ടില്ല അങ്ങനെ മെസ്സേജ് ഒന്നും വരാറില്ലേ? നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ വരാറില്ലേ? നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ അപ്പൊ എന്താണ്? എന്തെങ്കിലും നമ്മെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുക, അതല്ലെങ്കിൽ പേയ്മെന്റ് ഇഷ്യൂസ്, അതല്ലെങ്കിൽ അതിനുള്ള സമയത്തിൽ എന്തെങ്കിലും ഡിലേ വരുമ്പോൾ എന്താണ്? നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നു. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ജസ്റ്റ് ആസ് എ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെ വിത്ത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്താണ്? Patient can arrange their own appointments by merely logging into their respective accounts. അവർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എന്താണ് എടുക്കാനായി സാധിക്കുന്നു. This way they neither should wait in the line in front of the doctor's chamber or clinic nor require to call the clinic repeatedly to have an appointment. ഇങ്ങനെ സ്വന്തം അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിലൂടെ അവർക്ക് എന്തൊക്കെ ലാഭിക്കാൻ സാധിക്കുന്നു? അവര് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ ഒരുപാട് നേരം കാത്തിരിക്കണ്ട അല്ലെ? കാത്തിരിക്കണോ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിലൂടെ? കാത്തിരിക്കേണ്ടി വരുമോ? നമ്മ ഓൾറെഡി അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയം പറയൂ അല്ലെ? ഇത്ര സമയത്ത് ചെന്നാ മതി അല്ലെ? അപ്പൊ അവർക്ക് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ ഒരുപാട് നേരം കാത്തിരിക്കണ്ട. ക്ലിനിക്കിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഒരുപാട് നേരം നിൽക്കണോ റിസപ്ഷന്റെ മുമ്പിൽ? വേണ്ട. പിന്നെ എന്താണ്? അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി നമ്മ ഒരുപാട് തവണ വിളിക്കണോ ഹോസ്പിറ്റലിലേക്ക്? വേണ്ട. അപ്പൊ എന്താണ്? അവർക്ക് ഒരുപാട് നേരം ഡോക്ടർ ചേംബറിന്റെ മുമ്പിൽ നിൽക്കണ്ട, ക്ലിനിക്കിൽ ചെന്ന് കാത്തു നിൽക്കണ്ട. അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ക്ലിനിക്കിലേക്ക് ഒരുപാട് സമയം വിളിക്കേണ്ടതായും വരുന്നില്ല. All the facilities will be available 24/7 with just a tap away. നമുക്ക് എന്താണ്? ഈ സൗകര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു?
സംതിങ് ക്വിക്ലി അല്ലെ, പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു അല്ലെ. 24 മണിക്കൂറും നമുക്ക് ക്വിക്കായിട്ട് ലഭിക്കല്ലേ. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്തൂടെ ജിമെയിലിലേക്ക്, പറ്റോ? അതേപോലെ പേഷ്യൻസിന്റെ അക്കൗണ്ടിലേക്ക് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്വിക്ലി പെട്ടെന്ന് തന്നെ എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. They can even go with their convenience with the availability of the doctor and make appointments accordingly. അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് അപ്പൊ അവൈലബിൾ ഉള്ള ഡോക്ടേഴ്സിന് എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. This features is beneficial to the care providers. ഇത് പേഷ്യൻസിന് മാത്രമല്ല എന്താണ് കെയർ പ്രൊവൈഡേഴ്സ് ഡോക്ടേഴ്സിനും ഹെൽപ്ഫുൾ ആണ്, സഹായകമാണ്. എന്താ വെച്ചാൽ എന്താണ് they can allot their staff, അവർക്ക് ഡോക്ടേഴ്സിന് അവരുടെ സ്റ്റാഫുകളെ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാനും അലോട്ട് ചെയ്യാനും ടെസ്റ്റ് റൂമുകൾ തിരഞ്ഞെടുക്കാനും സ്പെഷ്യാലിറ്റി അപ്പാരറ്റ്സ് അവർക്ക് ഏതൊക്കെ അപ്പാരറ്റ്സ് ആണോ വേണ്ടത് അതൊക്കെ തിരഞ്ഞെടുക്കാൻ ഡോക്ടേഴ്സ് തന്നെ സൗകര്യം ഒരുക്കുന്നു. ഇപ്പൊ ഡോക്ടറിന് സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിലൂടെ ഡോക്ടർക്ക് അറിയാം അല്ലെ, ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടാവൂലേ, ഉണ്ടാവും. ഇന്ന അസുഖമുള്ള പേഷ്യൻസ് ആണ് അല്ലെ, അവർക്ക് ഇന്ന ചെക്കപ്പുകൾ നടത്തണം അല്ലെ, അറിയാൻ പറ്റില്ലേ ഡോക്ടർക്ക് സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ അറിയാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഡോക്ടർക്ക് അവരുടെ സ്റ്റാഫുകളുടെ ഡോക്ടർക്ക് ആ സമയത്ത് വേണ്ട സ്റ്റാഫുകളെ ടെസ്റ്റ് റൂംസ് ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ആ പേഷ്യൻസിന് റൂംസ് ടെസ്റ്റ് റൂംസുകൾ ആവശ്യമുണ്ട്, ഏതൊക്കെ സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതൊക്കെ ഡോക്ടർക്ക് തന്നെ തിരഞ്ഞെടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ? പിന്നെ എന്ത് പറ്റി? ആരൊന്നും പറയുന്നില്ലല്ലോ, ആരുടെ ഭാഗത്തൊന്നും റെസ്പോൺസ് ഇല്ലാത്ത എന്താ? നെക്സ്റ്റ് കൂടി ഒന്ന് മിസ് പറഞ്ഞോട്ടെ. ഈ പ്രിസ്ക്രൈബിങ് അത് സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബിങ് നമുക്ക് തന്നെ അറിയാം അല്ലെ, ഇലക്ട്രോണിക്കലി സിസ്റ്റത്തിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ എന്താണ് അവർക്ക് വേണ്ട മരുന്നുകൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറിന് നിൽക്കുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫുകള് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. This software in health information system accelerates the complete prescription process. ഇതെന്താണ് പേഷ്യന്റിനെ കുറിച്ച് പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് ആണ്. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റങ്ങളിലെ ഈ സോഫ്റ്റ്വെയർ എന്താണ് പൂർണ്ണമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നു. Normally done by the staff members of the medical practitioner's officer or office എന്താണ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസർ ഡോക്ടർ ഓഫീസിൽ ഇരിക്കുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോ ഡോക്ടർ നമ്മളടുത്ത് വിവരങ്ങൾ ചോദിച്ചിട്ട് അവരെന്നെ മരുന്നുകള് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? വലിയ വലിയ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ ആരോ? അതല്ലെങ്കിൽ എന്താണ് ഈ ഹൗസ് സർജൻസിക്കൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, ഡോക്ടറുടെ കൂടെ സീനിയർ ഡോക്ടറുടെ കൂടെ. അപ്പൊ അവര് എന്താണ് മെഡിക്കൽ പ്രാക്ടീസ് എന്താണ് ഇത് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. able to send and fill the prescription of every patient to the pharmacies online. എന്താണ് ഇവരുടെ പ്രിസ്ക്രിപ്ഷന് ഫില്ല് ചെയ്ത് ഏതൊക്കെ മരുന്നുകളാണ് പേഷ്യൻസിന് കൊടുക്കുന്നതെന്ന് ഫില്ല് ചെയ്തിട്ട് ഇതെന്താണ് ഫാർമസിയിലേക്ക് ഓൺലൈൻ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഓൾസോ they can trace the entire process. ഇവർക്ക് ഇതിന്റെ entire പ്രോസസ് മുഴുവൻ പ്രക്രിയകളും ഇവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ട്രേസ് ചെയ്യാൻ അന്വേഷിക്കുക എവിടം വരെ എത്തി ഇതിന്റെ പ്രോസസ് എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ടേക്ക് എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്. ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് അത് നടപടികൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പൊ ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മെഡിസിൻ അവിടെ ഇല്ല, അപ്പൊ ഡോക്ടർക്ക് എന്ത് ചെയ്യണം?
ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ മരുന്ന്. ഇലക്ട്രോണിക്കലി ആണെങ്കിൽ അവർക്ക് അത് ചേഞ്ച് കൊടുക്കാൻ പറ്റൂലേ ഈസിലി ആയിട്ട്. അപ്പൊ തന്നെ അല്ലെ അവിടെ കിട്ടിയ ഉടനെ തന്നെ അവർക്ക് ആ മരുന്ന് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ് എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്, അവർക്ക് എന്തെങ്കിലും അതിന് നടപടികൾ എടുക്കണമെങ്കിൽ നടപടികൾ എടുക്കാനും സാധിക്കുന്നു. ദിസ് വേ ദ ഹോൾ പ്രോസസ് ബിക്കം ക്വിക്ക്. ഈ പ്രക്രിയയിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ എന്താണ് ഈ രീതിയിലൂടെ നമുക്ക് ആ പ്രോസസ്സ് എന്താണ് മെഡിസിൻ കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ക്വിക്ക് വേഗത്തിലും സേഫ് സുരക്ഷിതത്വവും എന്താണ് എറർ ഫ്രീ ആയിട്ട് കൊടുക്കാനായി തെറ്റുകളൊന്നും ഇല്ലാതെ കൊടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഡോക്ടേഴ്സ് എഴുതി തരും ചിലപ്പോ അതിലെ അബ്രിവേഷൻസ് ഒക്കെ അല്ലേ ക്ലിയർ ആവാതെ വരാം അല്ലേ. വരൂ 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 എന്താരൊന്നും പറയാത്തെ വരും. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നു. ക്ലിയർ ആയോ മിസ് എന്നെടുത്തത്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ചിട്ട് വരാട്ടാ. എന്നാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.